ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മെട്രിക്സ് ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ബൈ ഇൻ്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ് ഓഫ് എ മെട്രിക്സ് എ. അതായത് എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എൻ്റെ കയ്യിലുണ്ട്. എ ഈസ് ഈക്വൽ ടു 1 2 3 3 4 5. ഓക്കെ, ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എ എഴുതിയിട്ട് മുകളിലൊരു ടി എഴുതുക, അല്ലെങ്കിൽ ഓർ ഇങ്ങനെയാണ് നമ്മൾ എ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നത്. അതായത് ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിനെ റെപ്രസെന്റ് ചെയ്യുന്ന റെപ്രസെന്റേഷനാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? അപ്പോൾ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്താണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? ഇന്റർചേഞ്ചിങ് ദ റോസ് ആൻഡ് കോളംസ്. അതായത് ഈ മെട്രിക്സിന്റെ റോയും കോളവും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫസ്റ്റ് റോ കണ്ടോ, 1 2 3, അതിനെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. അതുപോലെ തന്നെ 3 4 5 എന്ന് പറയുന്ന സെക്കൻഡ് റോയെ നമ്മൾ അടുത്ത കോളമായിട്ട് എഴുതുന്നു. ഓക്കെ, നോക്കുക, മെട്രിക്സ് വരയ്ക്കുക. 1 2 3, അടുത്ത എത്ര? 3 4 5. ഇതാണ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിന്റെ റോസും കോളംസും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുന്ന കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ ഓർഡർ ഒന്ന് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിന്റെ ഓർഡർ m/n ആണെങ്കിൽ, m/n ആണ് എയുടെ ഓർഡർ എങ്കിൽ എ ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/m ആയിരിക്കും. എ ട്രാൻസ്പോസിന്റെ ഓർഡർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന എക്സാമ്പിൾ നോക്കുക. എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 2/3 ആണല്ലോ. എ ട്രാൻസ്പോസ് അപ്പോൾ എന്തായി? 3/2 ആയില്ലേ? 2/3 എന്ന് പറയുമ്പോൾ എന്താണ്? 2 എന്ന് പറയുന്നത് 2 റോയും 3 കോളവുമാണ് ഇവിടെ ഉള്ളത്. നമ്മൾ ട്രാൻസ്പോസ് എടുത്തപ്പോഴത്തേക്ക് അതെന്തായി? 3 റോയുമായി 2 കോളവുമായി. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്താന്ന് നോക്കാം. ഞാൻ ഓരോ പ്രോപ്പർട്ടീസ് ഞാൻ എഴുതാം, നിങ്ങൾ നോക്കുക. ഫസ്റ്റ് പ്രോപ്പർട്ടി, A transpose is equal to A transpose whole transpose. Okay, A transpose whole transpose is equal to A ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, പിന്നെ ആ മെട്രിക്സ് എയുടെ ട്രാൻസ്പോസ് എടുത്തതിൻ്റെ പിന്നെ ഒന്നുകൂടെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന നമുക്ക് തന്നിരിക്കുന്ന ആ മെട്രിക്സ് എ കിട്ടുമെന്നാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതെന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതാൻ പോവാണ്. നോക്കുക, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എഴുതി. എ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറയുന്ന ഞാനൊരു മെട്രിക്സ് എഴുതി. അതിനുശേഷം ഇതിന്റെ ട്രാൻസ്പോസ് എടുത്തു. എ ട്രാൻസ്പോസ് എന്താ? ഈ 1 2 എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. 1 2 3 4 എന്ന് പറയുന്ന സെക്കൻഡ് റോയെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. 3 4. ഇത്രയും കൊണ്ട് തീർന്നോ? ഇല്ല. ഇനി ഈ എ ട്രാൻസ്പോസിന്റെ ഹോൾ ട്രാൻസ്പോസ് എടുക്കും. അതായത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. അപ്പൊ എന്താണ്? ഈ 1 3നെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. 1 3. സെക്കൻഡ് റോ 2 4നെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. 2 4. ഓക്കെ, അപ്പോൾ 1 2 3 4 എന്നല്ലേ കിട്ടിയത്? നിങ്ങൾ നോക്കിയേ,
എ എന്ന് പറയുന്ന ആ മെട്രിക്സ് തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കിട്ടി. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് is equal to A ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ആയിരിക്കും. അതായത് നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്. എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിനെ രണ്ടിനെയും കൂടെ നമ്മൾ സം ചെയ്യുന്നു. സം ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്ത് നമ്മൾ മാറ്റി വെച്ചു. ഓക്കെ, അപ്പോൾ ഒരു സംഭവം കിട്ടി. ഇനി അടുത്ത എന്താണ്? ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഈ ട്രാൻസ്പോസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും ഈ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്ന കിട്ടുന്ന ആൻസറും സെയിം ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. ഓക്കെ, തേർഡ് പ്രോപ്പർട്ടി നോക്കാം. തേർഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ഇനി അടുത്തത് ഫോർത്ത് പ്രോപ്പർട്ടിയാണ്. വളരെ സിമ്പിൾ ആണ്. ഫോർത്ത് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് രണ്ട് മെട്രിക്സ് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മെട്രിക്സ് ഉണ്ട്. അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, എ ഇൻറ്റു ബി എന്ന് പറഞ്ഞു ചെയ്തു. അപ്പോൾ നമുക്ക് എ ബി കിട്ടിയല്ലോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. ഇനി അടുത്ത നമ്മൾ എന്താണ് ചെയ്യുന്നത്? എന്റെ ബിന്റെ ട്രാൻസ്പോസ് എടുത്തു. അപ്പോൾ അതായത് എ ട്രാൻസ്പോസ് എടുത്തു, ബി ട്രാൻസ്പോസ് എടുത്തു. അതിനുശേഷം നമ്മൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്, അല്ലാതെ എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് അല്ല, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എ ഇൻറ്റു ബി ദ ഹോൾ ട്രാൻസ്പോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് മെട്രിക്സ് എടുത്തു. അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് കിട്ടി. അതിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്കെയിലാർ. നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിനെ നമ്മൾ ഒരു സ്കെയിലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? അപ്പം ഇങ്ങനെയല്ലേ വരുന്നത്? കെ എന്ന് പറയുന്നത് ഇഫ് കെ ഈസ് സ്കെയിലാർ എഴുതിക്കോ. ഇഫ് കെ ഈസ് സ്കെയിലാർ, ഓക്കെ, കെ ഇൻറ്റു എ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു കെ എ ട്രാൻസ്പോസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് ഞാൻ പറയുവാണെങ്കിൽ 5a ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. കോൺസ്റ്റൻറ്റിനെ നമുക്ക് ആ ട്രാൻസ്പോസ് അഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, കോൺസ്റ്റൻറ്റ് നമ്മൾ വെളിയിലെടുത്തിട്ടാണ് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് മാത്രമാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയാണ് നമ്മുടെ ഈ ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വലിയൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ലെക്ചർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ 2 എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് കാണിക്കാം. അതായത് എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് 2 എക്സാമ്പിൾ എഴുതാം. അതായത് ഇഫ് എ ഈസ് ഈക്വൽ ടു എഴുതിക്കോ. ഇഫ് എ ഈസ് ഈക്വൽ ടു 1 2 3 4 and b is equal to 3 5 7 10. Okay, verify that ഫസ്റ്റ് സെക്ഷൻ ഫസ്റ്റ് എ എന്ന് എഴുതും. എ എന്ന് പറയുന്നത്
A transpose the whole transpose is equal to A, or A എഴുതിയിട്ട് മുകളിലൊരു വര. ഓക്കെ, 1 the whole transpose is equal to A. നിങ്ങൾക്ക് ടി എന്നും കൊടുക്കാം, ഈ നൊട്ടേഷനും കൊടുക്കാം. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ടി അല്ല, ഈ നൊട്ടേഷൻ ആണെങ്കിൽ നിങ്ങൾ ഓർത്തോണം അതെന്താണ്, ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആ സംഭവമാണ് ഓർത്തോണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഇവിടെ നോക്കുന്നത്? എ ട്രാൻസ്പോസ് എങ്ങനെയാണ് വരുന്നത്? ഇവിടെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ, ഈ 1 2 എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു. ഓക്കെ, ഇപ്പം എങ്ങനെ വന്നു? 1 2, സെക്കൻഡ് റോ 3 4 അല്ലേ, അതിന് നമ്മൾ കോളമായിട്ട് എഴുതുന്നു 3 4. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എന്താണ് വരുന്നത്? 1 3. അതായത് ഈ 1 3നെ നമ്മൾ കോളമായിട്ട് എഴുതുന്നു 1 3. അടുത്ത സെക്കൻഡ് റോയെ കോളമായിട്ട് എഴുതുമ്പോൾ എങ്ങനെ? 2 4. നിങ്ങൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എ എന്ന് പറയുന്ന നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മെട്രിക്സ് തന്നെയാണ് നമുക്ക് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ കിട്ടിയത്. ഈസ് ഈക്വൽ ടു എ എന്ന് എഴുതാം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തല്ലോ, വളരെ സിമ്പിൾ അല്ലേ? ഇനി അടുത്ത പ്രോപ്പർട്ടി നോക്കാം. അടുത്ത എന്താണ്? സ്കെയിലാറിന്റെ പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, സ്കെയിലാറിന്റെ ബി 5a the whole transpose is equal to 5 into a transpose. ഓക്കെ, അതായത് 5a നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 5a എന്ന് പറയുന്നത് എന്താണ്? എ എന്താ മെട്രിക്സ്? എ 1 2 3 4 അല്ലേ? 1 2 3 4 എന്ന് പറയുമ്പോഴത്തേക്ക് 5 into 1 2 3 4 മൾട്ടിപ്ലൈ ചെയ്തേ 5 10 15 20. ഇനി ഇതിന്റെ ട്രാൻസ്പോസ് എടുത്ത് 5a the whole transpose എങ്ങനെയാ വരുന്നത്? 5 10 15 21. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 5a ഹോൾ ട്രാൻസ്പോസ്. അതായത് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തൊട്ട് മുകളിൽ എഴുതിയിട്ടുണ്ട്, ഞാനിവിടെ എഴുതുന്നില്ല. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. 1 2 3 4. ഇനി 5 into എ ട്രാൻസ്പോസ്. ഓക്കെ, 5 into എ ട്രാൻസ്പോസ് എങ്ങനെയാ? 1, ഇപ്പോൾ 5 വന്നു, 15 വന്നു, 10 വന്നു, 20 വന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായി എഴുതാൻ പറ്റും? ഇറ്റ് ഇംപ്ലൈസ് 5a the whole transpose is equal to 5 into a ട്രാൻസ്പോസ് എന്ന് പറയുന്ന ആ സ്കെയിലാറിന്റെ ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? a പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. അത് തന്നെ നോക്കാം. ഓക്കെ, a പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. a plus b the whole transpose is equal to a transpose plus b transpose. ഓക്കെ, ഇഷ്ടമുള്ള സിമ്പിൾ കൊടുക്കാം. ഞാനിവിടെ ടി വെച്ചിട്ട് കൊടുത്തന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടാനുസരണം കൊടുക്കുക. ഇപ്പൊ എ പ്ലസ് ബി കണ്ടുപിടിക്കണം. എ പ്ലസ് ബി. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് 1 2 3 4. 1 2 3 4. ബി എന്ന് പറയുന്നത് 3 5 7 10. ക്ലിയർ? എ പ്ലസ് ബി എങ്ങനെ കാണാം? ഡയറക്റ്റ് നമ്മൾ ആഡ് ചെയ്യുമല്ലേ. 4 7 10 14. ഓക്കെ, ഇപ്പൊ RHSന്റെ സൈഡ് നോക്കിയേ. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ഇപ്പൊ എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 4 7 10 14. ഇനി എ ട്രാൻസ്പോസും ബി ട്രാൻസ്പോസും എടുത്തിട്ട് അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ലാസ്റ്റ് കിട്ടിയ ആ ഒരു
മെട്രിക്സ് കിട്ടുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4. B transpose is equal to 3 5 7 10. ക്ലിയർ? ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നത്? എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 4 3 പ്ലസ് 7 10 അല്ലേ വരുന്നത്? 10 7 14. നിങ്ങൾ നോക്കിയേ, ഈ ഒരു മെട്രിക്സും ഈ കിട്ടിയ മെട്രിക്സും സെയിം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റേ എന്താണ്, എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. ആ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് എ ബി ആണ്. ഓക്കെ, അതായത് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. നോക്കിക്കേ, ആദ്യം എ ബി കണ്ടുപിടിക്കണ്ടേ? എ ബി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് 1 2 3 4 എ എന്ന് പറയുന്ന മെട്രിക്സ്, ബി എന്ന് പറയുന്നത് എന്താണ്? 3 5 7 10 ഈക്വൽ ടു എ ബി എന്ന് പറയുമ്പോൾ എങ്ങനെ ഞാൻ പറഞ്ഞേ? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, അപ്പം എങ്ങനെയാണ് വരുന്നത്? ശ്രദ്ധിച്ചേ, 1 ഇൻറ്റു 3 വന്നു, 3 പ്ലസ് 2 ഇൻറ്റു 7 14 വന്നു. ഇനി അടുത്ത കോളം എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 5 പ്ലസ് 2 ഇൻറ്റു 10 എന്തായി? 20 ആയില്ലേ? ഇനി അടുത്ത സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 3 9 അല്ലേ? 9 പ്ലസ് 28. അടുത്ത സെക്കൻഡ് കോളം എടുത്തേ, 3 ഇൻറ്റു 5 15 പ്ലസ് 14 ഇസ് ഈക്വൽ ടു, ഇതെന്താ ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് 17 25 37 55. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് ഇത്രയും കിട്ടിയോ? നമുക്ക് ലെഫ്റ്റ് സൈഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. റൈറ്റ് സൈഡ് എന്താണ്? ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പോൾ ബി ട്രാൻസ്പോസ് എന്ന് കണ്ടുപിടിച്ചോ? ബി ട്രാൻസ്പോസ് നമ്മൾ തൊട്ട് മുകളിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കിയാലും മതി. ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 3 5 7 10 അല്ലേ? 3 5 7 10. അതുപോലെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? 1 2 3 4. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുത്തേ, ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഈക്വൽ ടു എങ്ങനെയാണ് വരുന്നത്? ഇവിടെ നോക്കിയേ, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, ഇത് സെക്കൻഡ് കോളം. ഇനി സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, അതുപോലെ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. ഓക്കെ, മുമ്പേ ചെയ്തതുപോലെ തന്നെ. 3 ഇൻറ്റു 1 3 പ്ലസ് 7 ഇൻറ്റു 2 14. അടുത്ത എന്താ? 9 പ്ലസ് 28 5 പ്ലസ് 20
15 plus 14 is equal to 17. 17 വന്നു, 28 37 വന്നു. പിന്നെ എങ്ങനെയാ വന്നേ? 25 വന്നു, 55 വന്നു. അപ്പോൾ ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എടുത്തു. നമ്മൾ എ ബി നമ്മൾ തൊട്ട് മുകളിൽ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? എ ബി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് എ ബിയുടെ ട്രാൻസ്പോസ് എടുക്കാം. എ ബിയുടെ ട്രാൻസ്പോസ് എന്താണിത്? എ ബിയുടെ ട്രാൻസ്പോസ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? 17 25 37 55. നിങ്ങൾ നോക്കി, എ ബി ട്രാൻസ്പോസ് നമ്മൾ കണ്ടുപിടിച്ചു. എ ബി ട്രാൻസ്പോസും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞത് സെയിം അല്ല, ഈക്വൽ അല്ലേ? നോക്കി, ഇതും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് എഴുതാൻ പറ്റത്തില്ലേ? പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ പോലാണ് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പഠിച്ചിട്ട് കാര്യമുള്ളൂ, ആ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണുക, അതിനുശേഷം മാത്രം അടുത്തതിലേക്ക് നോക്കുക.